എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഇതാ, നമ്മൾ ശക്തമായിട്ടൊരു സംഗതി നടക്കും ആര് നടക്കൂല എന്ന് പറഞ്ഞാലും നമ്മളത് നടക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും നടക്കും. ഒരു ചോദ്യവും കൂടെ വിശാഖ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എനിക്ക് വിനീതിന്റെ അടുത്ത് നേരിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതേപോലെ ബിഹൈൻഡ് വുഡ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറെ ചോദിച്ചല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ പോണത്. ലാസ്റ്റ് ഇയർ വിനീത് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, അതായത് ഹൃദയം ഇറങ്ങട്ടെ, ഇതെല്ലാം നമുക്ക് ശരിയാവുന്ന. ആ വിനീത് ആക്ച്വലി നമ്മൾ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വിനീത് നോക്കിയോ, ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. വിനീത് പറഞ്ഞു നോക്കിയോ, നിന്റെ കല്യാണം നടക്കും. ജാൻ 20 തൊട്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച വരെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു നമ്മുടെ ഫുൾ ജേർണിയുടെ. അപ്പം ഇറ്റ് ഓൾ ഹാപ്പൻ ബിക്കോസ് ഓഫ് മൈ ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ യു. സോ താങ്ക് യു. എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം. കാരണം എനിക്ക് വിനീത് ഒരു ഫ്രണ്ട് ആണെങ്കിലും I got a huge, tremendous respect for this person. So, thank you, Vineet, for being a part of my life. അല്ല, അതെന്താ കല്യാണം നടക്കാൻ ഇത്രയ്ക്ക് പ്രശ്നം എന്തായിരുന്നു? അല്ല, അവനൊരു തീരുമാനം എടുത്തു. അതായത് ഹൃദയം റിലീസ് ചെയ്തിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന്. അത് 2020 അവനെടുത്ത തീരുമാനമാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ഓണത്തിന് പടം റിലീസാവും. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കുന്നു. കോവിഡ് വന്നിട്ട് 2 കൊല്ലം പോയി. ഈ ഉറച്ച തീരുമാനം എടുക്കുമ്പോ ആലോചിക്കണല്ലോ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സമ്പാദ്യം മുഴുവൻ അവൻ ഈ പടത്തിനകത്ത് ഇട്ടിരിക്കല്ലേ വീണ. അപ്പോ തിയേറ്റേഴ്സ് അടച്ചിരിക്കുകയാണ്, റവന്യൂ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് കല്യാണം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാർ പുറത്തു നോക്കുമ്പോൾ മുതലാളിക്കാണ്. മുതലാളിയുടെ ശരിക്കുള്ള അവസ്ഥ എനിക്കറിയാം. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ഇറങ്ങുമ്പോൾ എനിക്കൊരു വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ പേര് വീണ മുകുന്ദൻ എന്നാണ്, ഷോയുടെ പ്രൊഡ്യൂസറുടെ പേര് ആദർശ് മുകുന്ദൻ എന്നാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമയായിട്ട് എന്തോ അഭേദ്യമായ ഒരു ബന്ധമുള്ള പോലെ തോന്നുന്നു ചേട്ടാ, അല്ലേ? അങ്ങനെയാണ്. അല്ലെ, മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ചേട്ടന് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയായിട്ട് തോന്നി. എന്തുകൊണ്ടാ പറയട്ടെ, ചേട്ടാ ഭയങ്കര ആത്മാർത്ഥമായിട്ട് നിന്ന് ഹൃദയത്തിന് ശേഷം ഇങ്ങനെ അങ്ങ് പ്രൊമോഷൻ അങ്ങ് ഇറങ്ങുന്നു, എന്തും ചെയ്യുന്നു, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകളിലൊക്കെ പോയി കമന്റ് ഇടുന്നു. ഭയങ്കര ആത്മാർത്ഥത, ഭയങ്കര പ്രതീക്ഷ ഉണ്ടല്ലേ? അങ്ങനെയല്ല, നമ്മൾ ചെയ്ത സിനിമയാകുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണമല്ലോ. മനോഹരത്തിന്റെ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇത്രയും ചെയ്താ? ഇങ്ങനെ വേറെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അല്ല, ആ സമയത്ത് എനിക്ക് വേറൊരു പടത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി മാത്രമാണ് നമ്മൾ അതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്ത്. വിനീത് ശ്രീനിവാസന്റെ ആക്ടിംഗ് കരിയറിലെ ഏറ്റവും ബജറ്റേറിയ സിനിമയാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് കേട്ടു, ശരിയാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ, ചിലപ്പോ ആയിരിക്കും. ബജറ്റ് എത്രയാന്ന് പറയണം? ബഡ്ജറ്റ് അങ്ങനെ പറയാനില്ല. എന്റെ റെമ്യൂണറേഷൻ എത്രയാന്ന് പറയണം. ഓ എന്റെ അമ്മോ.